KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സംഘശക്തിയുടെ കരുത്തു വിളിച്ചോതി കേരള മുസ്ലിം ജമാഅത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ സംഘടനയല്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഡാറ്റ വെരിഫിക്കേഷന് തുടക്കമായി. ഭവനരഹിതർക്ക് വീടും നിർധന യുവതികൾക്ക് മംഗല്യ സ്വപ്നവും സാക്ഷാത്കരിച്ച് കൊച്ചിയിൽ സാന്ത്വന കേന്ദ്രം. കാവുന്തറ SPH തങ്ങൾ മെമ്മോറിയൽ സുന്നി സെന്റർ നാളെ കാന്തപുരം ഉസ്താദ് നാടിന് സമർപ്പിക്കും. അറുക്കാനായി പശുവിനെ വാങ്ങിയെന്നാരോപിച്ച മർദ്ദനം. ഉടുപ്പിയിലാണ് ദാദ്രി മോഡൽ സംഭവം നടന്നത്. RSS സഖ്യം പിണറായിയുടെ ആരോപണം ജാള്യത മറച്ചുവെക്കാനാണെന്ന് ഉമ്മൻചാണ്ടി. വാർത്തകൾ വിശദമായി. കേരള മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ സംഘടന അല്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മലപ്പുറത്ത് സംഘടനയുടെ പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം രാഷ്ട്രീയ സംഘടന അല്ല എന്ന് കരുതി തങ്ങളെ അവഗണിച്ചാൽ അവർ പാഠം പഠിക്കുമെന്നും കാന്തപുരം ഉസ്താദ് കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ മുസ്ലിം ജമാഅത്ത് അത് രാഷ്ട്രീയ സംഘടന അല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഈ മുസ്ലിയാക്കന്മാരിപ്പോഴും അവർക്ക് ധൈര്യം പോരാ, രാഷ്ട്രീയങ്ങളാക്കാൻ ധൈര്യം പോരാ. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് രാഷ്ട്രീയ പ്രവർത്തകർ കരുതി പോകണ്ട. ശരിക്ക് പാഠം പഠിപ്പിക്കേണ്ട തലത്ത് പഠിപ്പിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് പഠിപ്പിക്കേണ്ടി വരും ആവശ്യം വന്നാൽ. കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാതെ തന്നെ ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ സുന്നികൾക്ക് കഴിയും. അതിന് ഉദാഹരണങ്ങളുമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വഖഫ് ബോർഡോ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ആവശ്യമില്ല. മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം അവർ അനുഭവിക്കുമെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. ഒരു വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു കുത്തക രാഷ്ട്രീയത്തിന്റെ കയ്യിൽ മാത്രം അടക്കി ഒതുക്കി വെച്ച് ഇവിടെ ബാക്കിയുള്ളവരെ അടിച്ചമർത്താനുള്ള ഈ പ്രവണത ഇനി വിലപ്പോവുകയില്ല. അതിനർത്ഥം ഞങ്ങൾ രാഷ്ട്രീയം ഉണ്ടാക്കുന്നതല്ല. ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ സംഘടന വേണ്ട. അത് ഇല്ലാതെ തന്നെ ഇരുത്തേണ്ടവരെ ഇരുത്താൻ കഴിയും. അത് കഴിച്ചിട്ടുണ്ട്, അനുഭവമല്ലേ. ഇത് കിബ്രു പറയുന്നതല്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വഖഫ് ബോർഡോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ രംഗമോ വകുപ്പോ മറ്റൊന്നും പ്രവർത്തിക്കേണ്ടതില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കാതിരുന്നാൽ തീർച്ചയായും അതിന്റെ ഫലം കാണേണ്ടി വരും. കളവ് മാത്രം എഴുതുന്ന ഒരു കടലാസ പത്രത്തിൽ വന്ന മുഖപ്രസംഗത്തെയും കാന്തപുരം ഉസ്താദ് വിമർശിച്ചു. കാരണം ചില ആളുകൾ ഇത് രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ ഈ ആലിമ്യങ്ങളെ കൈവാരിത്തേക്കാനും ആലിമ്യങ്ങളെ കുതിര കയറാനും കാത്തിരുന്നവർ അവർ ഹായിമായി പരാജയപ്പെടുകയാണല്ലോ. ഇത് രാഷ്ട്രീയ സംഘടന അല്ലാന്ന് പറയുന്നതോടുകൂടി. അല്ലെങ്കിൽ ഞങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഒരു പത്രത്തിൽ മുഖപ്രസംഗം എഴുതി? പത്രം എന്ന് പറഞ്ഞൂടാ, എന്തുവാട്ടെ, എങ്ങനെ എഴുതുന്നു ഒരു വിഷയത്തെ സംബന്ധിച്ച് വരുമ്പോൾ ഒന്ന് ചോദിച്ചുകൂടെ? അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിച്ചത് അല്ല, ഇങ്ങനൊന്ന് വരാൻ പോകുന്നുണ്ട്, അത് രാഷ്ട്രീയ
സംഘടനയാണോ? അല്ലേ? ഒരുപക്ഷെ ഞങ്ങൾ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നായിരിക്കും ഞങ്ങൾ പറയാം. ഏതായാലും ശരി, ഒന്ന് ചോദിച്ചിട്ട് ആണെങ്കിൽ ഒരു ധ്വനിയെങ്കിലും കിട്ടുമല്ലോ. അതൊന്നുമില്ലാതെ എഴുതി വിടുന്നതിനൊന്നൊരർത്ഥമില്ല. അവരൊക്കെ ലക്ഷ്യമെന്താണ്? ഇവിടെ ഫിത്നയും ഫസാദും ഉണ്ടാക്കി ജനങ്ങളെ കലക്കണം. കലക്കുന്നതിന് പകരം എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് സമാധാനമുണ്ടാക്കണം. ഈ രാജ്യത്ത് സമാധാനവും ഐക്യവുമാണ് വേണ്ടത്. അതിന് യുവാക്കൾ മാത്രം പോരാ, വയോജനങ്ങളടക്കം മുഴുവൻ ജനങ്ങളുടെയും ഇടപെടൽ ആവശ്യമാണെന്നും കാന്തപുരം ഉസ്താദ് കൂട്ടിച്ചേർത്തു. കേരള മുസ്ലിം ജമാഅത്ത് എന്ന് നാമകരണം ചെയ്ത ബഹുജന സംഘടന കാന്തപുരം ഉസ്താദ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്താണ് രൂപീകരിച്ചിട്ടുള്ളത്. അത് ഔദ്യോഗികമായി കേരള മുസ്ലിം ജമാഅത്ത് നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, എൻ അലി അബ്ദുള്ള സംസാരിച്ചു. ബഹുജന സംഘടനയുടെ യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെയുള്ള ഘടകങ്ങളുടെ രൂപവൽക്കരണത്തിന് നേതൃത്വം നൽകുന്നതിനുള്ള സ്റ്റേറ്റ് ജില്ലാ അഡ്ഹോക് സമിതികളെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പ്രഖ്യാപന സമ്മേളനത്തിന് അനുബന്ധമായി സുന്നി സംഘടനകളുടെ സംയുക്ത നിർവാഹക സമിതി യോഗവും മുസ്ലിം ജമാഅത്ത് രൂപവൽക്കരണ SYS പുനഃസംഘടനാ ശില്പശാലകളും കാലത്ത് 10 മണി മുതൽ മഅ്ദിൻ ക്യാമ്പസിൽ നടന്നു. അറുക്കാനായി പശുവിനെ വാങ്ങിയെന്നാരോപിച്ച മർദ്ദനം ഉടുപ്പിയിലാണ്. ദാദ്രി മോഡൽ സംഭവം നടന്നത് മറ്റുള്ളവർക്കും പാഠമാണെന്ന് ബജ്റംഗ് ദൾ. വിശദമായ റിപ്പോർട്ടിലേക്ക്. അറുക്കാനായി പശുവിനെ വാങ്ങി എന്നാരോപിച്ച് കാലികളുമായി പോവുകയായിരുന്ന യുവാവിനെ ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ മർദ്ദനമേറ്റു. ഉടുപ്പി ജില്ലയിലെ തീരദേശ ഗ്രാമമായ കർക്കലയിൽ ചൊവ്വാഴ്ചയാണ് സംഭവം. കാലി വളർത്തൽ തൊഴിലാളിയായ ഇബ്രാഹിം എന്നയാളെയാണ് 30ഓളം വരുന്ന ബജ്റംഗ് ദൾ പ്രവർത്തകർ മർദ്ദിച്ചതെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇരുമ്പ് ദണ്ടും ചെയിനും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പോലീസ് എത്തിയാണ് ഇബ്രാഹിമിനെ രക്ഷപ്പെടുത്തിയത്. 2 ഹിന്ദു കർഷകരിൽ നിന്ന് വാങ്ങിയ 3 പശുക്കളും 2 കാളകളുമായി മടങ്ങുകയായിരുന്നു ഇബ്രാഹിം. ഇബ്രാഹിമിനെതിരെ മോഷണക്കുറ്റം ചുമത്താനും ബജ്റംഗ് ദൾ പ്രവർത്തകർ പോലീസിനോട് ആവശ്യപ്പെട്ടു. അറുക്കാനായാണ് പശുവിനെ വാങ്ങിയതെന്ന ആരോപണം ഇബ്രാഹിം നിഷേധിച്ചു. തലമുറകളായി കാലി വളർത്തലാണ് തൊഴിൽ. വാങ്ങിയ പശുക്കളിലൊന്ന് ഗർഭിണിയായിരുന്നു. ഗർഭമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഇസ്ലാമിൽ വിലക്കുണ്ടെന്നും ഇബ്രാഹിം പറഞ്ഞു. ബജ്റംഗ് ദൾ ഉടുപ്പി ജില്ലാ കൺവീനർ KR സുനിൽ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പശുക്കളെ രക്ഷിക്കുന്ന തങ്ങളുടെ 16ാമത്തെ ഓപ്പറേഷനാണ് ഇതെന്നും സുനിൽ പറഞ്ഞു. തങ്ങളുടെ മർദ്ദനം ഇബ്രാഹിം ഇനി മറക്കില്ല, മറ്റുള്ളവർക്കും ഇത് പാഠമാണെന്ന് സുനിൽ കൂട്ടിച്ചേർത്തു. ഉടുപ്പിയിൽ അടുത്തിടെയായി വർഗീയ ചേരിതിരിവ് രൂക്ഷമാണ്. സംഭവത്തിൽ 10 ബജ്റംഗ് ദൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി ഉടുപ്പി SP K അണ്ണാമലൈ പറഞ്ഞു. പെർമിറ്റില്ലാതെ ജീപ്പിൽ മൃഗങ്ങളെ കൊണ്ടുപോയതിന് ഇബ്രാഹിമിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. വെള്ളാപ്പള്ളി RSS സഖ്യത്തിനു പിന്നിൽ താനാണെന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവന അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നേരെ ചാടുന്നതിന് തുല്യമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിഷയത്തിൽ UDF യോഗത്തിൽ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ള പിണറായിയുടെ ആരോപണം വസ്തുതാവിരുദ്ധമാണ്. SNDP എന്ന മതേതര പ്രസ്ഥാനത്തെ RSSന് അടിയറ വെക്കാൻ ശ്രീനാരായണീയർ ഒരിക്കലും സമ്മതിക്കുകയില്ലെന്നാണ് എന്റെ വിശ്വാസം. BJP സഖ്യവും 3ാം മുന്നണിയുമൊക്കെ പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളി നേതൃയോഗം കഴിഞ്ഞപ്പോൾ മതേതര മുന്നണി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇതിനുള്ള തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ എന്റെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണം കേരളത്തിലെ മതേതര വിശ്വാസികൾ വിശ്വസിക്കുകയില്ലെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. GCC രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് ദുബായ് വിമാനത്താവളത്തിൽ വിസ ഓൺ അറൈവൽ സൌകര്യം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. നേരത്തെയുണ്ടായിരുന്ന ഇത്തരമൊരു സൌകര്യത്തിന്റെ കാലാവധി ഓഗസ്റ്റ് 31 അവസാനിച്ചതായിരുന്നു. പിന്നീട് സെപ്റ്റംബർ 30 വരെ നീട്ടുകയായിരുന്നു. ഇപ്പോഴിത് അനിശ്ചിതകാലത്തേക്ക് തുടരാൻ തീരുമാനിച്ചതായി അധികൃതർ വ്യക്തമാക്കി. സൌദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് ബിസിനസ് ആവശ്യാർത്ഥം പതിവായി ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ സൌകര്യപ്രദമാണ് പുതിയ തീരുമാനം. GCC രാജ്യങ്ങളിൽ റെസിഡൻസ് പെർമിറ്റ് അഥവാ ഇഖാമ ഉള്ളവരായിരിക്കണം അപേക്ഷകർ. ചുരുങ്ങിയത് 3 മാസ കാലാവധിയുള്ളതായിരിക്കണം ഇഖാമ. ഓൺ അറൈവൽ വിസ ലഭിക്കാൻ ഇഖാമ കൈവശമുണ്ടായിരിക്കണം. ദുബായ് എമിഗ്രേഷൻ വകുപ്പാണ് വിമാനത്താവളത്തിലെത്തുന്നവർക്ക് വിസ അനുവദിക്കുന്നത്.
36 വർഷമായി പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഇബ്രാഹിം മക്കയിൽ നിര്യാതനായി 3 ദിവസത്തിനകം തന്റെ വിവാഹത്തിന് സ്വന്തം ഉപ്പ നാട്ടിലെത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന മകൾക്ക് വന്നെത്തിയത് ദുഃഖവാർത്തയാണ്. അടുത്ത നവംബർ 1 നടക്കുന്ന തന്റെ മകളുടെ വിവാഹത്തിന് ഇന്ന് നാട്ടിൽ പോവാനിരുന്ന വേങ്ങര സ്വദേശി മുട്ടുംപുറം ഇബ്രാഹിമാണ് ആകസ്മികമായി ലോകത്തോട് വിട പറഞ്ഞത്. 36 വർഷമായി പ്രവാസ ജീവിതം നയിച്ചുവരുന്ന ഇബ്രാഹിം 2 വർഷമായി മക്ക ഹറം ക്ലോക്ക് ടവറിലെ ഉമ്മു തുർക്കി ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ജോലി കഴിഞ്ഞ് റൂമിലെത്തിയ ഇബ്രാഹിം രാത്രി 1 മണിയോടെ സഹപ്രവർത്തകർക്കൊപ്പം ഭക്ഷണം കഴിച്ച് കിടക്കാനൊരുങ്ങുമ്പോഴാണ് ആകസ്മിക മരണം സംഭവിച്ചത്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇബ്രാഹിം തന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. ഇശാ നിസ്കാരാനന്തരം മസ്ജിദുൽ ഹറമിൽ ജനാസ നിസ്കാരം നടത്തിയ ശേഷം ഷറായ മൊയ്സം മഖ്ബറയിൽ മറവ് ചെയ്തു. മരണാനന്തര ചടങ്ങുകൾക്ക് മക്ക ICF പ്രസിഡന്റ് സൈദലവി സഖാഫി, മക്ക ബഷീർ മുസ്ലിയാർ അടിവാരം, സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് അമാനി, മർക്കസ് ജിദ്ദ സെക്രട്ടറി ബാവ കൂമണ്ണ, മുനീർ വാഴക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം ധീരതയ്ക്കു പേരു കേട്ട ഉമർ ധീരമ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SPH തങ്ങൾ മെമ്മോറിയൽ സുന്നി സെന്റർ ഉദ്ഘാടനവും SYS സാന്ത്വനം സെന്റർ സമർപ്പണവും നാളെ നടുവണ്ണൂർ കാവുന്തറ പള്ളിയത്തുകുനിയിൽ നടക്കും. 4 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ SPH തങ്ങൾ മെമ്മോറിയൽ സുന്നി സെന്റർ ഉദ്ഘാടനം ചെയ്യും. സാന്ത്വനം സെന്റർ സമർപ്പണം MK രാഘവൻ MP നിർവഹിക്കും. പുരുഷൻ കടലുണ്ടി MLA SPH സയദുദ്ദീൻ തങ്ങൾ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. വൈകിട്ട് 7 മണിക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും. ഇന്ന് വൈകിട്ട് 7:30 നടക്കുന്ന പ്രഭാഷണത്തിൽ വടശ്ശേരി ഹസൻ മുസ്ലിയാർ സംസാരിക്കും. പ്രവാചക പ്രകീർത്തനങ്ങൾ അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നൂതന മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ജനുവരി 10 കോഴിക്കോട് നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചക സ്നേഹം പ്രചരിപ്പിക്കാൻ പരമ്പരാഗത രീതികൾക്കൊപ്പം പുതിയ ആവിഷ്കാരങ്ങളും സംവിധാനങ്ങളും നടപ്പാക്കണം. കേരളത്തിനകത്തും പുറത്തും പ്രവാചകനെ നിന്ദിക്കുന്നവരുണ്ട്. പ്രവാചകന്റെ സ്നേഹ സന്ദേശം ശരിയായ രൂപത്തിൽ വിപുലമായി പ്രചരിപ്പിക്കേണ്ട പ്രത്യേക സമയമാണിതെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. അന്തർദേശീയ രംഗത്ത് ഇസ്ലാമിനെ ഏറെ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാമും പ്രവാചക ജീവിതവും പ്രചരിപ്പിക്കേണ്ടത് മുസ്ലിംകളുടെ ബാധ്യതയാണ്. ഈ അർത്ഥത്തിൽ മർക്കസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനവും ഇതര മീലാദാഘോഷ പരിപാടികളും ഏറെ പ്രാധാന്യമുള്ളവയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി യൂണിറ്റുകൾ അപ്ലോഡ് ചെയ്ത മെമ്പർഷിപ്പ് ഡാറ്റയും ഫോട്ടോയും വെരിഫൈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മെമ്പർഷിപ്പ് രജിസ്റ്റർ നൽകുന്നതിന് മുന്നോടിയായി സർക്കിൾ ഘടകങ്ങളുടെ നേതൃത്വത്തിൽ യൂണിറ്റ് ഘടകങ്ങൾ തന്നെയാണ് വെരിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക.
സംഘത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 13 രാത്രി 10 മണിവരെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രം മെമ്പർഷിപ്പ് ഡാറ്റ ഡൌൺലോഡ് ചെയ്യുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും പുതിയവ അപ്ലോഡ് ചെയ്യുന്നതിനും സൌകര്യമുണ്ടായിരിക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അറിയിച്ചു. ഭവനരഹിതരായ നിർധന കുടുംബങ്ങൾക്ക് അന്തിയുറങ്ങാൻ സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് മാതൃകയാവുകയാണ് SYS എറണാകുളം ജില്ലാ സാന്ത്വന കേന്ദ്രം. ദാറുൽ ഖൈർ എന്ന പേരിൽ നിർമ്മിക്കുന്ന 13 സാന്ത്വന ഭവനങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 3 വീടുകളുടെ താക്കോൽദാനം കളമശ്ശേരി മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്നു. സമ്മേളനം ഹൈക്കോടതി ജഡ്ജി ബാബു മാത്യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം കൺവീനർ MP അബ്ദുൽ ജബ്ബാർ സഖാഫി അധ്യക്ഷത വഹിച്ചു. 10 വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇവ ഡിസംബർ 13 നടക്കുന്ന മീലാദ് സമ്മേളനത്തോടനുബന്ധിച്ച് പൂർത്തീകരിച്ച് നൽകും. ഇതിനു പുറമെ 18 കുടുംബങ്ങൾക്കായി 3 ഫ്ളാറ്റുകളും നിർമ്മിച്ചു നൽകും. ഇതിന്റെ ശിലാസ്ഥാപനവും നിർധനരായ കുടുംബങ്ങൾക്ക് സാന്ത്വനമേകി സമൂഹവിവാഹവും ഇന്നലെ നടന്നു. ഗവേഷണ തലപരരായ യുവ എഴുത്തുകാർക്കായി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ മുഖപത്രമായ സുന്നി വോയ്സ് സംഘടിപ്പിക്കുന്ന ഏകദിന ശില്പശാല നാളെ നടക്കും. രാവിലെ 10 കോഴിക്കോട് സമസ്ത സെന്ററിൽ റീഡ് പ്രസ് ഡയറക്ടർ N. അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. കുടക് വീരാജ്പേട്ട അൻവാറുൽ ഹുദ കോളേജ് സംഘടിപ്പിക്കുന്ന മാസാന്ത അസ്മാഉൽ ഹുസ്ന റാത്തീബും സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ അനുസ്മരണവും നാളെ നടക്കും. വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ സയ്യിദ് ഷാഫി ബ അലവി വളപട്ടണം നേതൃത്വം നൽകും. ഹനീഫ് റഹ്മാനി അനുസ്മരണ പ്രഭാഷണം നടത്തും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംഘശക്തിയുടെ കരുത്തു വിളിച്ചോതി കേരള മുസ്ലിം ജമാഅത്ത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മുസ്ലിം ജമാഅത്ത് രാഷ്ട്രീയ സംഘടനയല്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അറുക്കാനായി പശുവിനെ വാങ്ങിയെന്നാരോപിച്ച മർദ്ദനം ഉടുപ്പിയിലാണ് ദാദ്രി മോഡൽ സംഭവം നടന്നത്. ഭവനരഹിതർക്ക് വീടും നിർധന യുവതികൾക്ക് മംഗല്യ സ്വപ്നവും സാക്ഷാത്കരിച്ച് കൊച്ചിയിൽ സാന്ത്വന കേന്ദ്രം. SYS മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഡാറ്റ വെരിഫിക്കേഷന് തുടക്കമായി. കാവുന്തറ SPH തങ്ങൾ മെമ്മോറിയൽ സുന്നി സെന്റർ നാളെ കാന്തപുരം ഉസ്താദ് നാടിന് സമർപ്പിക്കും. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.